നടൻ ജയറാമിനെ കബളിപ്പിച്ചു എന്ന് മാത്രമല്ല, വിശ്വാസ ലക്ഷ്യങ്ങളെ ആകെ കബളിപ്പിച്ചു. ഇതിലെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിലൊക്കെ പോകുന്നു. അല്ലെങ്കിൽ ഇവർ എല്ലാം ദിവ്യന്മാരാകുമായിരുന്നു. അന്വേഷണം എങ്ങും നീളില്ല, ആരും പിടിക്കപ്പെടില്ല, ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ വഴികാരി രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ അന്വേഷണം ഇപ്പോഴും ത്വരിതഗതിയിൽ പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. അന്വേഷണത്തിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്, ഓരോരുത്തരെ പിടിക്കപ്പെടുമ്പോൾ അവര് മുകളിലുള്ള മറ്റൊരാളുടെ പേര് പറയും. അങ്ങനെ പറഞ്ഞ് അവസാനം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ SIT ടീമിന് അത് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് അന്വേഷണം അതിലേക്ക് അവർ നീട്ടുന്നില്ല? എന്തുകൊണ്ട് പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇപ്പൊ ജയറാമിന്റെ മൊഴിയെടുക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നു. ജയറാം സ്വാഭാവികമായിട്ടും മൊഴി കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. അദ്ദേഹത്തിന് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ഒരു വെപ്പണായി അദ്ദേഹം മാറി, ഇൻസ്ട്രുമെന്റ് ഒരു വെപ്പണായി അദ്ദേഹം മാറുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഈ സ്വർണ്ണക്കൊള്ള ഇപ്പൊ പിടിക്കപ്പെട്ടവരിൽ ഒതുങ്ങില്ല എന്നാണ് ഓരോ ദിവസവും തെളിവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പൊ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തി. ഇനി കടകംപള്ളിയുടെ വീട്ടിൽ എന്താണ് പരിശോധന നടത്തുന്നത്? പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തി ബലപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു എന്ന് SIT തന്നെ ലീക്ക് ചെയ്യുന്നുണ്ട്. പത്മകുമാർ കടകംപള്ളിയുടെ പേര് പറഞ്ഞതായി പറയുന്നുണ്ട്. ദൈവതുല്യമായി ഞാൻ സ്നേഹിക്കുന്ന ചില ആൾക്കാർ ഇതിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിസ്സഹായനായി പത്മകുമാർ പറഞ്ഞത് നമ്മൾ ഈ ലോകം മൊത്തം കേട്ടതാണ്. അപ്പൊ ഇതൊക്കെ എങ്ങോട്ടാണ് വഴിതെളിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വഴിയിൽ കൂടി SIT നടക്കാത്തത്? അതൊക്കെ ദുരൂഹത ഉണർത്തുന്ന ചോദ്യങ്ങളാണ്, സംശയമുളവാക്കുന്ന കാര്യങ്ങളാണ്. ദൈവതുല്യമായി ഞാൻ സ്നേഹിക്കുന്നവരെന്ന് പത്മകുമാർ പറഞ്ഞത് ആരൊക്കെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം എന്തുകൊണ്ടാണ് SITക്ക് ഇല്ലാത്തത്? ഇപ്പൊ കോടതിയുടെ ഇടപെടൽ കൊണ്ടാകണം ഇത്രയും ആൾക്കാരിലേക്ക് അന്വേഷണത്തിന് കാരണം. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ പത്മകുമാറിനെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യുകയും അയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും പാസ്പോർട്ട് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടും കേരളത്തിലെ CPM പാർട്ടിക്ക് ഒരു കുലുക്കവുമില്ല. MV ഗോവിന്ദൻ ഒരു കുലുക്കവുമില്ല. MV ഗോവിന്ദൻ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുകയാണ്. പാതിയെ വെന്നിട്ടുള്ളൂ, ബാക്കി കൂടെ വേവാനുണ്ട്, വേവട്ടെ, അപ്പൊ നോക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ CPM പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ കൊള്ളയിൽ പങ്കാളിയായി എന്ന് തെളിയിക്കപ്പെട്ട് അവരുടെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാളെ പൊളിറ്റിക്കലായി സംരക്ഷിക്കണമെങ്കിൽ CPM പാർട്ടിക്ക് ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേസ് ഇനി നീളാൻ പോകുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെയാണ്. അതാരെല്ലാമാണെന്നാണ് കേരളത്തിൽ അറിയേണ്ടത്. അല്ലെങ്കിൽ MV ഗോവിന്ദനെ, പത്മകുമാറിനെ ഒരു പുറത്താക്കാൻ 1 മിനിറ്റ് മതി. ഒരു ചീട്ടെഴുതി കൊടുത്ത് പത്രക്കാർക്ക് കൊടുത്താൽ പത്മകുമാർ പുറത്താണ്. കടംബിതനായ പത്മകുമാറിനെ ഞങ്ങൾ പുറത്താക്കിയെന്ന് അവർക്ക് നേടിക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ത്യഘട്ടത്തിൽ അതുപോലും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല? അവർക്ക് അതിനെ സാധിക്കുന്നില്ല. CPM-നെ പോലെ ഇത്രയും പട്ടാളച്ചിട്ടയുള്ള ഒരു പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതാണ് ബലപ്പെട്ട ചോദ്യം. ആ ചോദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ CPM-ന്റെ സമുന്നതരായ പല നേതാക്കന്മാരിലേക്കുമാണ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തൊരു കാര്യം ചോദിച്ചു. കേരളത്തിലെ CPM-ന്റെ ഒരു നേതാവും അതിന് മറുപടി പറഞ്ഞില്ല. AKG സെന്ററിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷനിൽ ആരെല്ലാം ഉണ്ട്? അതിൽ പ്രബലന്മാരുണ്ടെന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പൊ SIT ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് മെല്ലപ്പോക്കാണ്. SIT എന്തൊരു സാവധാനമാണ്, എന്തൊരു അവധാനതയാണ് SITക്ക്. ഇങ്ങനെയാണോ ശബരിമല ക്ഷേത്രത്തിലെ 30 കിലോ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയി അഴിമതി കാണിച്ച് ഈ നാട്ടിലെ ഭക്തലക്ഷങ്ങളെ മുഴുവൻ കബളിപ്പിച്ച, വഞ്ചിച്ച, ജയറാമിനെ മാത്രമല്ല കോടാനുകോടി ഭക്തരെ കബളിപ്പിച്ച ഒരു പ്രസ്ഥാനം, ഒരു വ്യക്തി അല്ല, ഒരു പ്രസ്ഥാനം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPM-ന്റെ വലിയ നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിലെല്ലാം പങ്കുണ്ടെന്നാണ്. ചില മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് നടപടിയെടുക്കാത്തത് ഇപ്പൊ ജനങ്ങൾ CPM-നെ പഴിയാരും എന്നുകൊണ്ടാണ്. അതല്ല സത്യം. അതൊക്കെ CPM നേതാക്കന്മാർ എഴുതിപ്പിക്കുന്നതാണ്. സത്യം എന്ന് പറയുന്നത് CPM-ന്റെ ഉന്നത നേതാക്കന്മാരുടെ പേര് പത്മകുമാർ വിളിച്ചു പറയും. പത്മകുമാർ സത്യത്തിൽ എന്തും പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് പത്മകുമാർ. ഈ പത്മകുമാരല്ലേ ഈ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ അയ്യപ്പന്റെ സ്വർണം ആര് മോഷിച്ചുകൊണ്ട് പോയാലും അവനെല്ലാം പിടിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവർക്ക് ഇത്ര നിർലജ്ജം കള്ളം പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല.
ഈ ഏത് സത്യത്തെ മൂടി വെക്കാനും ഏത് വാസ്തവത്തെയും തമസ്കരിക്കാനും അതിന് എതിരായി പ്രസംഗിക്കാനും CPM-മാർക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യമുണ്ട്, അവർക്കൊരു ശൈലിയുണ്ട്. അതിന് അവർക്ക് ചില പദാവലികളുണ്ട്, വിപ്ലവ രാഷ്ട്രീയത്തിന്റെ പദാവലികൾ, അവരുടെ പാരമ്പര്യം, അവരുടെ സമരങ്ങൾ, ഇതെല്ലാം എടുത്താണ് ഈ സ്വർണ്ണക്കൊള്ളയെ പോലും അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ ഈ സ്വർണ്ണക്കൊള്ള മൂടാനാണ് എന്ന് ഇപ്പൊ വ്യക്തമായില്ലേ? അതിന് മുൻകൈ എടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണ്. അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭക്തന്മാർ വന്നിട്ടില്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തന്മാർ വന്നിട്ടില്ല. അപ്പൊ ഇത്തരം കോടികൾ മുടക്കി അവിടെ അയ്യപ്പ സംഗമം നടത്തിയത് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രബലന്മാരായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള CPM നേതാക്കന്മാരും അവരുടെ ഉന്നത കമ്മിറ്റികളും ഇതിൽ ബോധ്യമുള്ളവരാണ്, അറിവുള്ളവരാണ്, പങ്കാളിത്തമുള്ളവരാണ്. അവരെല്ലാം ഈ കേസിൽ കുടുങ്ങേണ്ടവരാണ്. എന്റെ ബോധ്യം എന്നെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം വെച്ചാൽ കേരളത്തിലെ CPM പാർട്ടി ഈ കേസിൽ പ്രതിയാകും. കാരണം അവർക്ക് ദേവസ്വം ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയിൽ ഉന്നതന്മാരുണ്ട്. അത് പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം AKG സെന്ററിലാണ്. അങ്ങനെയാണെങ്കിൽ CPM പാർട്ടി ഈ കേസിൽ പ്രതിയാകണ്ടേ? CPM പാർട്ടിയെ പ്രതിയാകണം. എന്തിനാണ് അവർ അയ്യപ്പ ആ ക്ഷേത്രത്തിലും ഇതര ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിൽ കയറി കൂടുന്നത്? എന്തിനാണ്? ഇവർക്ക് ഭക്തിയില്ലാത്ത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്തി കൊണ്ടല്ല, പിന്നെ അവിടുത്തെ ഭൗതിക സ്വത്തുകൾ കണ്ടിട്ടാണ്. ഭക്തിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ പോയി തൊഴാൻ പോലും തയ്യാറാകാത്ത ആൾക്കാർക്ക്, അത് ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ആൾക്കാർക്ക് അവിടുത്തെ സ്വർണമോ അവിടുത്തെ എല്ലാ സ്വത്തുക്കളും കൊള്ളയടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മനസാക്ഷി കുറ്റം ഉണ്ടാവില്ല. അവർക്ക് സ്വൈരമായി കിടന്നുറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് പത്മകുമാർ ഇത്രകാലം സ്വൈരമായി കിടന്നുറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ സുഖമായി കിടന്നുറങ്ങുന്നത്. അവർക്ക് ഭക്തിയില്ല. ശബരിമല അയ്യപ്പനെന്നല്ല, കേരളത്തിലെയും ഈ രാജ്യത്തെയും ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രദർശിച്ചിട്ടുള്ള ഈ വിഗ്രഹങ്ങളിലൊന്നും ദൈവചൈതന്യമില്ല. ദൈവം എന്ന് പറയുന്നത് തന്നെ വെറും സങ്കല്പം മാത്രമാണെന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിലെ BJPയും RSSഉം ഒന്നും ഈ പ്രശ്നത്തിൽ ശക്തമായ പ്രതികരണം നടത്തുന്നില്ല. അവർക്കിതൊരു വിഷയമല്ലേ? കേരളത്തിലെ ഏറ്റവും മഹത്തായ ഒരു ദേവാലയത്തെ കൊള്ളയടിച്ച ഈ ഭീകരവും ഭീതികരവുമായിട്ട് സംഭവം ഉണ്ടായിട്ട് ഹിന്ദു വിശ്വാസത്തിന്റെ മൊത്തക്കച്ചവടക്കാരായ കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്ന കേരളത്തിലെ BJP പാർട്ടിക്ക് എന്താണ് ഈ മെല്ലപ്പോക്ക്? അവർക്ക് എന്താണെന്നും പറയാൻ കഴിയാത്തത്? അപ്പൊ ഇതൊരു കച്ചവടമല്ലേ? ഇതൊരു പരസ്പരം കൊണ്ടും കൊടുത്തും നടത്തുന്ന ഒരു കൊള്ളയല്ലേ? ഇത് അധാർമികമായ രാഷ്ട്രീയ കൂട്ടുകെട്ടല്ലേ? കേരളത്തിലെ ദേവാലയങ്ങളിൽ മുഴുവൻ കൈയടക്കി അവിടെ പകൽ സമയങ്ങളിൽ ഡ്രില്ല് നടത്തി ആ ക്ഷേത്രങ്ങളെ മുഴുവൻ BJPയുടെയും RSSന്റെയും കേന്ദ്രങ്ങളാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തുന്ന കേരളത്തിലെ BJP എന്തുകൊണ്ട് മിണ്ടുന്നില്ല? കേരളം അവർ കലാപഭൂമിയാക്കി മാറ്റേണ്ടതല്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ലേ അവരുടെ പാർട്ടി വളർന്നത്? ജാതി വളർത്തി, മതം വളർത്തി, ക്ഷേത്രങ്ങളെ കൂട്ടുപിടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, ഇതര മതവിഭാഗക്കാരെ ശത്രുക്കളാക്കി പ്രചരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി മാത്രം ശീലമുള്ള, അങ്ങനെ മാത്രം ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ഒന്നാന്തരം ആയുധം കയ്യിൽ കിട്ടിയിട്ട് ഇന്ത്യയിൽ കേരളത്തിലെ BJP പാർട്ടി എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? അവരെന്തുകൊണ്ട് CPM-നെതിരെ കൊണ്ടുപിടിച്ച് ഒരു സമരം നടത്തുന്നില്ല? ശക്തമായൊരു പ്രസ്താവന പോലും അവരുടെ നേതാക്കന്മാർ. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ RSSന്റെ ഒക്കെ ചില നേതാക്കന്മാർ ചർച്ചയിൽ പങ്കെടുത്ത് അവർ എത്ര സൗമ്യമായിട്ടാണ്, എത്ര നിസ്സാരമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രകാലം അവരെ ഈ കേരളത്തിലെ ഭക്തരായിട്ടുള്ള മനുഷ്യൻ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു. അവരുടെ ഗീവാണ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കാപട്യത്തിന്റെ ഒരു ഒരു മുഖം മൂടിക്ക് പിന്നിൽ നിന്നുള്ള വാക്കുകളാണ്. ഇവർക്ക് പോലും പറ്റിയില്ല. ഇന്ത്യയിൽ BJP ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന വർഗീയ ധ്രുവീകരണം അവരുടെ ഭക്തിമൂട്ടല്ല, അവരുടെ രാഷ്ട്രീയ അധികാരത്തിലേക്കുള്ള ഏറ്റവും വലിയ കുറുക്കുവഴി അതാണെന്ന് കണ്ടുകൊണ്ടാണ്. എന്നിട്ടും കേരളത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് 2026 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ CPM പാർട്ടിക്ക് ഒരു ക്ഷീണവും ഉണ്ടാകരുതെന്ന് കരുതിയാണ്. ആ ക്ഷീണം ഉണ്ടാകാൻ BJP ആഗ്രഹിക്കുന്നില്ല, അവർ അനുവദിക്കില്ല. അവരെന്ത് വില കൊടുത്തും ശബരിമല അയ്യപ്പന്റെ സ്വർണം പോയാലും കുഴപ്പമില്ല, ക്ഷേത്രം തന്നെ കവർന്നെടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല. ഈ കപട ഭക്തന്മാർ, ഈ വർഗീയവാദികൾ, ഇവർക്ക് ലക്ഷ്യം വോട്ടാണ്. ഇപ്പൊ BJPയും CPM-ഉം തമ്മിൽ, അല്ലെങ്കിൽ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJP നേതാക്കന്മാരുടെ കൈകളും നാവുകളും കേന്ദ്രത്തിലെ BJP നേതൃത്വം വിലങ്ങിട്ടിരിക്കുകയാണ്. അത് അവർക്ക് പറയാനോ അവർക്ക് പ്രവർത്തിക്കാനോ അവർക്ക് അവകാശം കൊടുക്കുന്നില്ല, അവരെ തുറന്നുവിടുന്നില്ല. അപ്പോ മോഡിയും പിണറായിയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ
പുറങ്ങളിലെ കഥകളാണ് ഓരോരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വഞ്ചനയല്ലേ? ഈ വഞ്ചന, ഈ രണ്ട് ദുഷ്ടമൂർത്തികളെയും കേരള രാഷ്ട്രീയത്തിൽ, കേരള പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കാവുന്ന ഉള്ള ഒന്നാന്തരം അവസരമാണിത്. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതിലെല്ലാം വലിയ വിഷമമുണ്ട്. അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാ മതവിശ്വാസികൾക്കും ശബരിമല ക്ഷേത്രത്തോട് കാണിച്ച ഈ അനീതി, ഈ ക്രൂരതയിൽ വലിയ മനോവേദനയുണ്ട്. അവരെല്ലാം മനം കാണിക്കുന്നത്. അവരുടെ വികാരം ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളെയും കേരളത്തിന്റെ മണ്ണിൽ തൂത്തെറിയാൻ മാത്രമേ ഉപകരിക്കൂ. അതുകൊണ്ട് SIT സ്വല്പം കൂടെ വേഗത്തിൽ പോകണം. ഒച്ചിന്റെ വേഗതയിൽ പോരാ. ഇവിടെ കുതിര കിട്ടും, ഒരു കുതിരപ്പുറത്ത് കയറി ഈ അന്വേഷണം നടത്തണം. അല്ലാതെ ഒച്ചിന്റെ മേലിരുന്ന് അന്വേഷണം നടത്തിയാൽ ഈ അന്വേഷണം എങ്ങുമെത്തില്ല. തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. എല്ലാ കുറ്റവാളികളും, ഉന്നതരായ കുറ്റവാളികൾ മുഴുവൻ രക്ഷപ്പെടുകയും. അതുകൊണ്ട് SITയുടെ ഈ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ശക്തമായി ആവശ്യപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.